നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ യാത്രയിലായിരുന്നു എന്നുള്ളതാണ്. ചിലവരെ ഞാൻ കണ്ടു, ഞാൻ പ്രൂഫുകൾ കണ്ടു, ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എൻ്റെ ബാല്യം തരിച്ചുപോയി, എൻ്റെ ബാല്യം എന്ന് പറയും പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. പൊന്ന് ബിന്ദു, വട്ടബിന്ദു, നീ ചില്ലറക്കാരി അല്ലല്ലോടി. നീ ഇടയ്ക്ക് പറയാനായിട്ട് എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചു എന്ന്. ഇതുവരെയായിട്ടും തന്നെ ഞാൻ ക്രിമിനൽ എന്ന് വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയണേ, യു ആർ നോട്ട് എ ക്രിമിനൽ, യു ആർ എ ബോൺ ക്രിമിനൽ. മനസ്സിലായോ? ബോൺ ക്രിമിനലാണ് താങ്കൾ. അതിനുള്ള പ്രൂഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രൂഫ് മതി നിന്നെ ഉള്ളയിലാക്കാൻ. നീ ഈ ഓലപ്പാമ്പ് കാണിക്കുന്നുണ്ടല്ലോ, എനിക്കെതിരെ കേസ് കൊടുത്തു ഏതോ ഒരു റെസിപ്റ്റ് കാണിച്ചിട്ട് ഇനി കേസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വിത്ത് പ്രൂഫ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇനി വിശദമായ കാര്യത്തിലേക്ക് വരാം. സുരേന്ദ്ര, നീയും കൂടി കേട്ടോ. സുരേന്ദ്രൻ ഇന്നാളിട്ട് എൻ്റെ അമ്മയെ തള്ളക്ക് വിളിച്ചുകൊണ്ടിരുന്ന വീഡിയോ മുക്കി. ഇപ്പൊ വീണ്ടും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഒരാളെ കണ്ടു, ഇനി അടുത്ത കാണാൻ പോണ താങ്കളെയാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇന്നലെ വിശദീകരണ കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനൊക്കെ ശേഷം അപ്പൊ ശ്രീതു വ്ളോഗ്സ് അറിയാലോ. ശ്രീതു വ്ളോഗ്സ് നമ്മുടെ രേണുവിൻ്റെ ആയി ബന്ധപ്പെട്ട അവരുടെ ഒരു ഫ്രണ്ടാണ്. ഓക്കെ, ശ്രീതു വ്ളോഗ്സ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചാറ്റ് കിട്ടി, മറ്റേത് കിട്ടി, മറിച്ചത് കിട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം, പിന്നീട് എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടു. ഓക്കെ, ഞാനത് വിട്ടു. ഒരു ചാറ്റ് കിട്ടി, അവർ ചെയ്തു എന്നുള്ളത് കണ്ട് വിട്ടു. ഇന്ന് പലരും എനിക്ക് വീണ്ടും ഒരു വീഡിയോ അയച്ചു തരുന്നു. അതിൽ ശ്രീതു പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% സത്യമാണ്. അങ്ങനെ അതായത് ഈ പറയുന്ന വട്ടുബിന്ദു പറഞ്ഞ സംഭവം, ഞാൻ ഈ പറയുന്ന ഇവരെ ഹോട്ടലിലേക്ക് വിളിക്കുന്നു, പിന്നീട് കിടക്ക പങ്കിടാൻ വേണ്ടി വിളിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യും, നിങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ കൊണ്ട് മോർഫ് ചെയ്ത് അയക്കും എന്നാണ് പിന്നീട് പറയുന്നത്. ആ സാധനം ക്ലിയർ സത്യമാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ഈ പറയുന്ന ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവർ എനിക്കിത് വ്യക്തമായി കാണിച്ചു തന്നു. പക്ഷേ എനിക്കിത് ഇവിടെ ഇടാൻ സാധിക്കില്ല, എനിക്കിത് സ്ക്രീൻഷോട്ടായിട്ട് ഇടാൻ പറ്റത്തില്ല. അത് കേസുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടാണ്. പക്ഷെ 100% സത്യമാണ് എന്നാണ് ശ്രീതു പറഞ്ഞത്. ഞാൻ ഞെട്ടി. കർത്താവ്, ഇതെന്താ 100% സത്യം? ഞാൻ അങ്ങനെ ശ്രീധുവിൻ്റെ നമ്പർ ഒപ്പിക്കുന്നു, ശ്രീധുവിനെ വിളിക്കുന്നു. ഞാനും ശ്രീധുവായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറിന് മേളിൽ സംസാരിച്ച് വളരെ സൗമ്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇടയ്ക്ക് വെച്ചിട്ട് ടെമ്പർ തെറ്റി. അത് ടെമ്പർ തെറ്റാൻ കാരണം ശ്രീധുവിനോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ എടുത്തെടുത്ത് ചോദിക്കും. എല്ലാ റെക്കോർഡാണ്, ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല, അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശ്രീധു എന്താണ് നിനക്ക് അയച്ചു തന്നത്, സ്ക്രീൻഷോട്ടാണോ, എന്താണ് ആ സ്ക്രീൻഷോട്ടിൽ ഉള്ളത്? അപ്പോൾ ശ്രീതു അത് പറയണേ, ഇല്ല ഞാൻ അവിടെ പോയി. അതായത് ശ്രീതു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശ്രീതു ഈ പറയുന്ന പെണ്ണുമ്പിള്ളേരെ വീട്ടിൽ പോയി കണ്ടു, അവിടെ വെച്ച് അവർ തന്ന പ്രൂഫ് ഞാൻ കണ്ടു, ഞാനത് എനിക്ക് 100% ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് വീണ്ടും ക്ലാരിറ്റി എടുത്ത് വരുത്തുന്നു. സ്ക്രീൻഷോട്ട് അല്ലല്ലോ, അല്ല സ്ക്രീൻഷോട്ട് അല്ല, ഞാൻ അവിടെ പോയി അവരുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെയ്ക്കും ജീവിതത്തിൽ ഒരു ഹായ് പോലും ഇടാത്ത ഒരാളുടെ ആളുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത്, എൻ്റെ നമ്പർ വെച്ച് ചാറ്റ് ചെയ്തു. താങ്കൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ വാട്സപ്പ് വഴി കണ്ടു. അത് ഒരിക്കലും ആവാൻ ഒരു വഴിയില്ല. അതെങ്ങനെ ആവും? കാരണം ഒരാൾ വരെയാണ്, ഞാൻ വാട്സപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് കണ്ടോ, അവരെന്നെ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിനൊരിക്കലും ആയിട്ട് വരാൻ പറ്റില്ല, വാട്സപ്പിനകത്ത് പറ്റില്ല. നമുക്ക് സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ശരി, ഓക്കെ, അതിന് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ പിന്നീട് ശ്രീതു ശ്രീതു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പോയി കണ്ടു. ഞാൻ ഇനി എങ്ങനെ പറയണം ചേട്ടാ, ഞാൻ അവിടെ പോയി കണ്ടു, എനിക്ക് ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ശ്രീതു പറയുന്നത്, ഞാൻ ശ്രീതുവിൻ്റെ പലവട്ടം പറയുന്നത്, ശ്രീതു ഇങ്ങനെ നട്ടാക്കുറുക്കാത്ത കള്ളം പറയരുത്, ഇങ്ങനെ കല്ല് വെച്ച നുണ പറയരുതെന്നൊക്കെ പറയുമ്പോഴെല്ലാം ശ്രീതു ഇതിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ശ്രീതുവിൻ്റെ വീട് എവിടെയാണ്, ഞാൻ പറയാം ശ്രീതു എന്ന് കാണാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീതു പറഞ്ഞു, ശ്രീതു ഈ പറയുന്നത് നെയ്യാറ്റിൻകര അപ്പുറം അവിടെ ഉണ്ട്, നെയ്യാറ്റിൻകര വന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നോക്കി, എനിക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ നെയ്യാറ്റിൻകര വരെ പോകാൻ. ശരി, ഞാൻ കരുതി ശരി ഞാൻ വരാം. എന്തായാലും താങ്കൾ ഇത്രയും ഉറപ്പിച്ച് പറയുകയാണ്, താങ്കൾ നേരിട്ട് പോയി എടുത്ത സ്ക്രീൻഷോട്ടാണ് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ എന്തായാലും പോയി കാണാമെന്ന് കരുതി. സത്യമായിട്ട് എൻ്റെ സത്യമായിട്ട് ഞാൻ അവിടെ ചെല്ലണ വരെ ശ്രീതു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ശ്രീതു അവിടെ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കൃത്യമായിട്ട് ശ്രീതു അവിടെ വന്നു ശ്രീതു എനിക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നു. അമ്മേനെ കൊച്ചു കുട്ടികൾക്ക് വരെ, അതായത് എനിക്കൊന്നൊരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു AI ക്രിയേറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട്. അതിൻ്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം. ബിന്ദു, നീ ആള് പുലിയാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ നീ ഈ ഒരു സാധനം ചെയ്തല്ലോ, നീ ഈ സാധനം ചെയ്ത് ശ്രീധുവിന് അയച്ചു കൊടുത്തല്ലോ,
ആ ഒരു എവിഡൻസ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അതെനിക്ക് വളരെ വളരെ ഉപകാരമായി, കേസിന് വളരെ വളരെ വൻ ഉപകാരമായി. നിനക്ക് ഈ ആണുങ്ങളുടെ അടുത്ത് എന്തും പറഞ്ഞ പെണ്ണായതുകൊണ്ട് എന്തറ്റം വരെ പോകുന്നതിൻ്റെ ഒരു ചിന്തയുണ്ടല്ലോ, അത് ഞാൻ തീർത്തു തരാം. നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ തീർത്തു തരാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. സ്ക്രീൻഷോട്ട് അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ, എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ നമ്പർ കൃത്യം ഞാൻ വീണ്ടും വീണ്ടും നോക്കണം. എൻ്റെ നമ്പറിനോ ശരിയാണ്, കൃത്യമായിട്ട് എൻ്റെ നമ്പറാണ്. അതിൻ്റെ താഴെ ആ കൂടി ഒരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ എക്സ്പോസ് ചെയ്യും. ഇതാണ് ആ ഒരു മെസ്സേജ്. ഓക്കെ, ഇതാണ് ആ മെസ്സേജ്. നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ എക്സ്പോസ് ചെയ്യും. ഈ ഒരു മെസ്സേജാണ് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് അയച്ചു കൊടുത്തത്? ശ്രീധുവിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ടും ഒരു ഹായോ ഹിയോ ഒരു വട്ടം പോലും സംസാരിക്കാത്ത ഒരു വ്യക്തി എൻ്റെ നമ്പറിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതായിട്ട് ശ്രീധുവിന് കൊടുത്തിരിക്കുകയാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏത് കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു AI ക്രിയേഷൻ ആയിരുന്നു അത്. ശ്രീധുവിൻ്റെ അടുത്ത് ശ്രീധു പേടിച്ചിരിക്കുകയാണ്. ശ്രീധുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ശ്രീധു പറഞ്ഞ ചേട്ടാ അത് അയക്കല്ലേ, ഇത് കേസുമായി ബന്ധപ്പെട്ടതാണ്, എനിക്ക് ഒരിടത്തും കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശ്രീധു, ഞാൻ നിൻ്റെ അടുത്ത് വരട്ടാണോ, നിൻ്റെ വഴക്ക് പറയാനോ? കാരണം ഞാൻ അതുവരെ നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. അവിടെ പോകുന്നത് വരെ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് ശ്രീധു ഉടായ്പ കാണിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഞാനൊന്നും ചെയ്യാത്ത ഒരു സംഭവം ഇവള് വീട്ടിൽ പോയി ഇതുപോലെ വാട്സാപ്പിൽ കണ്ടു എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് എനിക്ക് സ്ക്രീൻഷോട്ട്. ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞു. ഓക്കെ, അതായത് ശ്രീധു ഇവളെ കാണാൻ പോയിട്ടില്ല, ഈ പറയുന്ന ബിന്ദുവിനെ കാണാൻ പോയിട്ടില്ല. ഇത് ബിന്ദു എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ ഒരു വീഡിയോ. ഞാൻ എന്നിട്ട് ശ്രീധുവിന് കാണിച്ചു കൊടുത്തു. എവിടെ എന്നെ വിളിച്ച കേസ്, ഞാൻ എവിടെ ബ്ലോക്ക് ചെയ്ത കേസ് ഒക്കെ ഞാൻ ശ്രീധുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയേ ഉള്ളൂ. അതായത് നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ എക്സ്പോസ് ചെയ്യും. ഇതാണ് ഉള്ളത്. അതുപോലും ഞാനല്ല എന്നുള്ളതാണ് ആ ഒരു സ്ക്രീൻഷോട്ട്. ഏതെങ്കിലും ഞാനിപ്പോ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു AI ഇട്ട് നീ ഒന്ന് ജസ്റ്റ് നിന്റെ ഫോണിന്റെ വരെ വ്യത്യാസമാണ്, ഏത് കൊച്ചു പിള്ളേർക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു AI ഒരു സ്ക്രീൻഷോട്ടാണ് അത്. ഓക്കെ, അവിടെ വെച്ച് ഈ പറയുന്ന ബിന്ദുവിനെ വിളിച്ചു. ബിന്ദു, നീ ഈ പറയുന്ന ശ്രീധുവുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ശ്രീധുവിൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ്. ഞാൻ അപ്പോൾ ശ്രീധുവിൻ്റെ അടുത്തിരുന്ന് സ്പീക്കർ ഇട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിളിക്കുമ്പോൾ പറയണം ഞാൻ കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന റെക്കോർഡ്, ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ബിന്ദു അവിടെ ഇല്ലേ, ഇത് ആർക്കും കൊടുക്കരുത്, ഇത് പോലീസ് സ്റ്റേഷനിലും കൊടുക്കില്ല, അവൻ കേസൊന്നും കൊടുക്കത്തില്ല, അത് വെറുതെ നിന്നെ വിരട്ടാൻ വേണ്ടി. എന്താ പേടിച്ചു പോയോ? ബിന്ദുവിനെ പേടി. ബിന്ദു ഇതാണ് ഇവരെ ഈ ശ്രീധുവിനെ പറഞ്ഞ് വിരട്ടി വെച്ചിരിക്കുന്നത്. എന്താണ് ഇത് കേസുമായി ബന്ധപ്പെട്ട് ഒറ്റ മനുഷ്യർക്ക് അയച്ചു കൊടുക്കരുത്. ശ്രീധു മാത്രമല്ല, കാരണം ശ്രീധു എന്ത് ചെയ്യണം, എനിക്കെതിരായിട്ട് കേസ് പിന്നീട് വീഡിയോ ഇടണം, അതിന് വേണ്ടി മാറ്റാം. അപ്പോൾ നീ വെറും ക്രിമിനൽ അല്ല, നീ ഒരു ബോൺ ക്രിമിനലാണ്, മനസ്സിലായോ? എനിക്ക് ഈ ഒരൊറ്റ പ്രൂഫ് മതി. ബട്ട് ബിന്ദു, എനിക്ക് ഈ ഒരൊറ്റ പ്രൂഫ് മതി. നീ ഏത് തലത്തിലാണ് ചിന്തിക്കുന്നത്, നിന്റെ കുടുംബം എന്ത് ഇങ്ങനെ പോയതെന്നും അങ്ങനെ ഓടിപ്പോയി കാണും. ഇതാണ് നിന്റെ മനസ്സിരിപ്പ് എങ്കിൽ നീ എനിക്ക് ദൈവമായിട്ടാണ് ആ ഒരു സ്ക്രീൻഷോട്ട്. ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണമെങ്കിൽ ശ്രീധു അവിടെ വെച്ച് ബലമായിട്ട് ആ സ്ക്രീൻഷോട്ട് എൻ്റെ ഇതിലായിട്ട് വയ്ക്കാൻ എനിക്കറിയാം. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ കൊടുത്തു. ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു വിഷയമേ ഉള്ളൂ, ഈ സ്ക്രീൻഷോട്ട് നീ ആർക്ക് വേണേൽ അയച്ചു കൊടുത്തോ, എനിക്ക് ഒരു പരാതി നീ അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒരേ ഒരു ഇതേ ഉള്ളൂ, ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ചെയ്യരുത് എന്നുള്ളത്. ഇത് ഡിലീറ്റ് ചെയ്യരുത്. ഇനി ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, അതിൽ നിന്ന് എടുത്തോളാം. എന്നാണ് ഞാൻ ശ്രീധുവിനോട് പറഞ്ഞത്, നീ ആർക്ക് വേണോ അയച്ചു കൊടുത്തോ എന്നുള്ളത്. പിന്നെ ശ്രീധുവിന് പിന്നെ സംശയങ്ങളുണ്ട്, ഇതാരാണ് ഈ ഒരു മെസ്സേജ് അയച്ചെന്നുള്ള സംശയങ്ങളുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഈ മെസ്സേജ് ഈ കണ്ടന്റ് എനിക്ക് ആരാണ് തന്നത് അത് ഞാൻ ശ്രീധുവിന് കാണിച്ചു കൊടുക്കുന്നു. ആ കണ്ടന്റിന്റെ കൂട്ടത്ത് എന്തോന്ന് രജിത മോഹന എന്തോണോ ഇത് ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഈ പറയുന്ന ഞാൻ നോക്കിയപ്പോൾ രാവിലെ ചെയ്യുന്നപ്പോൾ 19 മെസ്സേജ് ഈ പറയുന്ന വട്ട് ബിന്ദുവും ഈ മെസ്സേജ് ഇവരുമായിട്ട് ചാറ്റ് ചെയ്തെന്ന് പറയുന്ന ആ സ്ത്രീയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ആ സ്ത്രീയുമായിട്ടുള്ള കുറേ ചാറ്റ് കിടപ്പുണ്ട്, രജിത വിമല അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഈ സ്ത്രീ ഈ കണ്ടന്റ് അയച്ചു കൊടുത്ത സാധനം ഇങ്ങനെയൊക്കെ പറയണം, എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് എനിക്ക് കണ്ടന്റ് അയച്ചതെന്നത് കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീധുവിന് അറിയാം. എന്നിട്ട് ഞാൻ ഈ കണ്ടന്റ് അയച്ചതെടുത്ത് ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ പിന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ആ വോയിസ് വരെ കൃത്യമായിട്ട് ഞാൻ ശ്രീധുവിന് കാണിച്ചു കൊടുത്ത് ശ്രീധുവിന് അത് ബോധ്യം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീധുവിൻ്റെ ഒരു കാര്യം, നിന്നെ ഇതിലോട്ട് ഈ കേസിലോട്ട് പിടിച്ചു വലിച്ചിടണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല. ഞാൻ കേസ് കൊടുക്കുമ്പോൾ നീ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് തരികയാണെങ്കിൽ
നീ സ്റ്റേഷനിലേക്ക് വരേണ്ടതായിട്ട് വരത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാർ വിളിച്ചു വരുത്തി അവിടെ വന്ന് താങ്കളുടെ ഫോൺ വാങ്ങിച്ച് ഇത് നോക്കേണ്ടതായിട്ട് വരും. ശ്രീതു മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. താങ്കളെ ചീറ്റ് ചെയ്ത് ഒരു AI ഇമേജ് താങ്കളെ കൊണ്ട് താങ്കൾക്ക് അയച്ചു തന്ന് താങ്കളെ കൊണ്ട് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ വീഡിയോ ചെയ്യിപ്പിച്ചു ആണല്ലോ. ഇപ്പൊ താങ്കളെ കൃത്യമായിട്ട് അറിയാം അതൊരു AI ഇമേജ് ആണ് എന്നുള്ളത്. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യണം? അതിന്റെ ക്ലാരിഫിക്കേഷൻ താങ്കൾ കൊടുക്കണം. താങ്കൾക്ക് അവരെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇവർ പറയുന്ന ഒരു പോലീസ് കൊടുക്കരുത്, ഇത് കേസുമായി ബന്ധപ്പെട്ട് വലിയ എന്ത് ഇത് ഒന്നുമില്ല. എൻ്റെ പേര്, എൻ്റെ നമ്പര്, പേരുമില്ല, എൻ്റെ നമ്പര്, അതിൽ ഞാൻ ഈ പറഞ്ഞ മെസ്സേജാ. അതായത് പിന്നെ നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിന്നെ എക്സ്പോസ് ചെയ്യും. ഇതാണ് ആ മെസ്സേജ്. ഇതാണ് പറയുന്നത് പുറത്തു വിടരുത്, ഇതെന്തോ മഹാസംഭവമാണ്, പിന്നീട് കേസുമായി ബന്ധപ്പെട്ടതാണ്, പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് കോടതി പിന്നെ പ്രശ്നമാണ്, എന്തൊക്കെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവം എന്താണ്? ഇത് ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള ഒരു 5 വയസ്സുവരെ വിവരമുള്ളവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് AI നമ്മുടെ ഗൂഗിളിൽ തന്നെ AI കൊണ്ട് കൊടുത്തിട്ട് ഇത് AI ക്രിയേഷൻ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പുഷ്പം പോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അതും വേണ്ട, പ്രഥമ ദൃഷ്ടിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോ സുരേന്ദ്ര, നീ കേൾക്കുന്നുണ്ടോ? ഇതാണ് നീ വിശ്വസിച്ച് ലവള് പറഞ്ഞ വാക്ക് കേട്ട് എൻ്റെ അമ്മയ്ക്കും കൊച്ചിനെയൊക്കെ നീ വിളിച്ചില്ലേ? ഇതാണ് ലവള്. AI വെച്ചാണ് കളിക്കുന്നത് എന്നുള്ളത്. നിനക്കൊക്കെ എന്തുകൊണ്ടാണ് നീ ഇന്നൊരു വീഡിയോ ഇട്ടു? ഇട്ടപ്പോൾ നീ എന്തെങ്കിലും നിനക്കൊരു പ്രൂഫ്, ആ പ്രൂഫ് വാങ്ങിച്ച് വെച്ചിട്ടല്ലേ ഈ ഒരു AI എങ്കിലും ആരുടെ? സുരേന്ദ്ര, നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും പറഞ്ഞല്ലോ സുരേന്ദ്ര, ഈ ഒരു AI എങ്കിലും വാങ്ങിച്ചിട്ട് അത് നീ ഒന്ന് പബ്ലിഷ് ചെയ്യും. സുരേന്ദ്രന് ബുദ്ധി ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ ആ കാണുമ്പോൾ തന്നെ. പക്ഷെ ബിന്ദു, നിന്നെ ഞാൻ വിടത്തില്ല. നീ എല്ലായിടത്തും കളിക്കും പോലെ നീ വിചാരിക്കുന്നത് ഈ പറയുന്ന കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ചാറ്റ് ചെയ്ത് രണ്ടാമത്തേന് പിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ള പുരുഷന്മാരുമായിട്ടാണ് താങ്കൾക്ക് ബന്ധം. അതുകൊണ്ടായിരിക്കും എല്ലാ പുരുഷന്മാരെയും താങ്കൾ അങ്ങനെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെക്കായിട്ടും ഒരനാവശ്യ മെസ്സേജ് ഒരൊറ്റ പെൺകുട്ടികൾക്ക് പോലും ഞാൻ അയച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഈ ഒരൊറ്റ AI ക്രിയേഷൻ. ഇനി ശ്രീധുവിനോട് ഞാൻ പറയാം, ഈ വീഡിയോ കണ്ടുകൊണ്ട് നിന്നെ വിളിക്കും. ഇനി ലവള് പറയും ലവൾ അല്ല അയച്ചതെന്ന് വരെ വേണമെങ്കിൽ പറയാം, മനസ്സിലായോ? അതുവരെ പറയാം. കാരണം ഇനി അടുത്ത പാര വെക്കാൻ പോണം തന്നെയായിരിക്കും, അടുത്ത പൂജ ചെയ്യാൻ പോണം നിനക്കെതിരെ ആയിരിക്കും. ഇതൊരു സർവനാശം ഭവന്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത പൂജ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. കൃത്യമായിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ശ്രീധുവിനെ കാണാനുള്ള മെയിനായിട്ടുള്ള കാരണമൊന്നുമല്ല. ശ്രീധു പറയുകയാണ്, ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നു, ശ്രീധു നീ അവളെ വീട്ടിൽ പോയി വാട്സപ്പ്, ശ്രീധു അപ്പം എന്നെ സമ്മതിക്കുകയാണ്. ശ്രീധു, അതെ ഞാൻ അവളുടെ വീട്ടിൽ പോയി വാട്സപ്പിൽ ഞാൻ കണ്ടതാണ്. ഞാൻ ഒരുപാടപ്പാ വാട്സപ്പിൽ ലൈവായിട്ട് കാണുന്നത് എങ്ങനെ AI ആവും? ഞാൻ വീണ്ടും ചോദിക്കണു, ശ്രീധു ഇവിടെ നിന്ന് എനിക്ക് 1.5 കിലോമീറ്റർ അവിടെ വരണം. അവിടെ വരുമ്പോൾ പിന്നീട് നീ വരാതിരിക്കരുത്. നീ സ്ക്രീൻഷോട്ടാണ് നിനക്ക് കിട്ടിയും ശരി, ഓക്കെ. ഒരു സ്ക്രീൻഷോട്ടിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വലിയ ഒരു പാടുമില്ല. കൊച്ചു കുട്ടികൾ 5ാം ക്ലാസ്സിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കും. അതേ ലാഭത്തിലാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഒരു പ്രൊഫഷനും ഇല്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ ശ്രീധു അപ്പോഴും എൻ്റെ അടുത്ത് വാദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഞാൻ അവിടെ പോയി എന്നാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഈ റിപ്പോർട്ടെല്ലാം കാണിച്ചു കൊടുത്ത് ഈ ചാറ്റ് ആരാണ് യഥാർത്ഥത്തിൽ ചെയ്തത്, ആരാണ് എനിക്ക് അയച്ചു തന്നത്, ഞാൻ അവർക്ക് തിരിച്ചയച്ച മെസ്സേജ് ഇപ്പോൾ ശ്രീധുവിനെ കൃത്യമായിട്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ശ്രീധു ഇനി പറ, ശ്രീധു അങ്ങ് പോയോ? ഇല്ല ഏട്ടാ, ഞാൻ പോയില്ല. ഞാൻ ശ്രീധുവിനെ കുറ്റം പറഞ്ഞില്ല. പക്ഷേ നമുക്ക് ഒരു സാധനം വരുമ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് തരുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഇത്രയും വർഷം റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. ഒരാളെ ബാധിക്കുന്ന, ഒരാളുടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എടുത്തിടേണ്ടതായിട്ട് വരുന്നത്. ഒരു വോയിസ് വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും എഡിറ്റഡ് വോയിസ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇനി അതാ പക്ഷേ അബദ്ധമായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അപ്പോളജി ചെയ്യണം എന്നുള്ളതാണ്. അതൊന്ന് തുറന്നു പറയണം എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ കേസിൽ പെടുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണം, ഞാൻ ഇത്രയും തെളിവ് കൊടുത്തിട്ടും താങ്കൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. മന്ദബുദ്ധി അല്ലാത്തവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. കാരണം ഇവർ ഈ സ്ക്രീൻഷോട്ടായിട്ട് ഇടുന്നത് മൊത്തം ഞാനാണ് അവരോട് ചാറ്റ് ചെയ്തത്. രജിത മോഹൻ എന്തോ ആയിക്കോട്ടെ, അതും ഫേക്ക് ഐഡിയ ആണ്. അത് ഇന്ന് എൻ്റെ ഈ പറയുന്ന യൂട്യൂബിൽ വന്നിട്ട് കുറേ ചാറ്റ് ഞാൻ അതിനടുത്ത് നോക്കിയപ്പോഴേ എന്നെ ആദ്യമായിട്ടാണ് അത് മെസ്സേജ് അയക്കുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇവരടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു പിന്നീട് യൂട്യൂബ് അക്കൗണ്ടാണ്, അതായത് ഫേക്ക് ഐഡിയ ആണ്. അത് ആരാണെങ്കിലും അതിൻ്റെ ഭാഷ കണ്ടിട്ട് അതൊരു പെണ്ണാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാകും എന്നുള്ളതാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങളെയും വിളിക്കേണ്ടതായിട്ട് വരും, മനസ്സിലായോ?
നിങ്ങളെ വിളിക്കേണ്ടി പറ്റി വരും. എനിക്ക് ഈ മെസ്സേജ് തന്നവരെടുത്ത് നിങ്ങളുടെ നമ്പർ ഞാൻ വാങ്ങും, ഞാൻ അത് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം എനിക്കിതിനകത്ത് കിടന്നുകൊണ്ട് ഈ ഒരുത്തി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ പച്ച കള്ളങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഫേക്ക് ആയിട്ടുള്ള AI ക്രിയേഷൻ, കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടാൽ മനസ്സിലാകുന്ന AI ക്രിയേഷൻസ് ഇങ്ങനെ വിടുന്നുണ്ട്. ഒരുത്തൻ അവിടെ ഇരുന്നു കൊണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് കുറേ എണ്ണം വന്ന് തള്ളക്കി വിളിക്കുകയും എന്നെ അപമാനിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചു ഭ്രാന്തി ഈ മെന്റലുകളെ പോലെ എന്തോ ഒരു ചെയ്തല്ലോ, എന്താ പറയണം, മറ്റുള്ളവരിങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോൾ സാഡിസ്റ്റ് അല്ലേ, അങ്ങനെ കിടന്ന് ചിരിക്കുന്നത് പോലെ അവിടെ ഒരുത്തി കിടന്ന് ചിരിക്കുന്നു. നിന്റെ ചിരി ഇതോടെ നിർത്താനുള്ള പരിപാടി ഇതിനെ ഞാൻ വിടാൻ പോകുന്നില്ല ബിന്ദു. നീ കൊടുത്തിട്ട് ഇതുവരെയായിട്ട് എന്നെ വിളിച്ചില്ല. നിന്നെ നാളെ തന്നെ ഞാൻ വിളിപ്പിക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ. കാരണം ഈ പ്രൂഫുകളെല്ലാം പറയും. ശ്രീധുവിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയണ്ടേ. ശ്രീധു, എനിക്ക് നിന്നെ ഈ കേസിലോട്ട് പിടിച്ചിടണമെന്ന് ഒരു ആഗ്രഹമില്ല. നീ ആ സ്ക്രീൻഷോട്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എൻ്റെ ബലമായിട്ട് ആ സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാമായിരുന്നു. എൻ്റെ മാന്യത കൊണ്ട് മാത്രമാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാത്തത്. അതെനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിന്നെ ഇതിൽ ഞാൻ പിടിച്ചിടത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നീയും സ്റ്റേഷനിൽ വരേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. എന്നാൽ സ്റ്റേഷൻ ആണോ വേറെ എവിടെയെങ്കിലും ആണോ, വേറെ രീതിയിലാണോ, ഏത് രീതിയിലാണ് പോകുന്നത് എനിക്ക് തന്നെ ഞാൻ പ്രാന്തെടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? ഏത് രീതിയിലാണ് പോകുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് എന്നുള്ളതാണ്. എനിക്ക് ആ സ്ക്രീൻഷോട്ട് കിട്ടിയേ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ടു. നീ അത് നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ കൂടി നിന്റെ ഫോൺ ഞാൻ പൊക്കിയിട്ട് അത് നിന്റെ ഫോണിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയാം. കാരണം എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ. ഈ പറയുന്ന ഫ്രോഡിനെ, ഈ പറയുന്ന ക്രിമിനലിനെ, കാരണം ഇതൊരു ക്രിമിനൽ, ഒരു കുറ്റമല്ലേ, ഇതൊരു കൊടും കുറ്റമല്ലേ. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? അയച്ചു കൊടുത്തിട്ട് എനിക്കെതിരായിട്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് എൻ്റെ കുറെ വോയിസുകൾ നിന്റെ ഉണ്ടെന്ന് പറഞ്ഞു ബിന്ദു. അതും കൂടി കൊടുക്ക്. എൻ്റെ കുറെ വോയിസുകൾ ഉണ്ട്. ഇത്രയും സ്ക്രീൻഷോട്ടുകളെല്ലാം ഇങ്ങനെ ഈ പറയുന്ന ഫേസ്ബുക്കിലൊക്കെ നിരത്തിയിട്ടു. ഈ ഒരു ചെറിയ ഇതിനകത്ത് ഒന്നുമില്ല. എന്തോ ആയിക്കോട്ടെ, ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് ഒന്നുമില്ല. അത് നീ ഫേസ്ബുക്കിൽ ഇടൂല. ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടാണ്. നീ എന്തുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാത്തതെന്നും, നീ എന്തുകൊണ്ടാണ് ഈ കൊടുത്ത ആളുടെ ഇത് ആർക്കും കൊടുക്കരുത്, ഇത് കേസുമായി ബന്ധപ്പെട്ടതാണ്, എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം, ഇത് ഒരുത്തൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് താങ്കൾ ഇത് AI വഴി ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഉറപ്പായിട്ട് വെക്കും. നീ എൻ്റെ മൊബൈൽ, എൻ്റെ ലാപ്ടോപ്പ് ഇതെല്ലാം ഞാൻ കൊണ്ടുവരും. അതുപോലെ നിന്റെ മൊബൈല്, നിന്റെ ലാപ്ടോപ്പ് ഇതെല്ലാം കൊണ്ടുവന്ന് നീ ആർക്കൊക്കെ എതിരായിട്ട് ഇതുവരെ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിച്ചു എന്ന് നീ അവിടെ തെളിയിക്കണം. നീ അവിടെ വന്ന് തെളിയിക്കണം. മനസ്സിലായോ ബിന്ദു? നീ അവിടെ വന്ന് തെളിയിക്കണമെന്നുള്ളത്. നിന്റെ ചാത്തനെയും കൂടി കൂടെ കൊണ്ടുപോവാ, നോക്കാം. ഞാൻ എൻ്റെ ചാത്തനെ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം ബിന്ദു. ജയ് ഹിന്ദ്.